നമുക്കിപ്പോൾ ഒരു ഇയറിങ്സ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ: മുത്തുകൾ വേണം. പേള് കൊണ്ട് ഉണ്ടാക്കും. സാധാരണ ബീഡ്സ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ഇയറിങ് ക്രാഫ്റ്റ് കടയൊക്കെ ചോദിച്ചാൽ കിട്ടും. അത് ഗ്രാമായിട്ടാണ് തരുന്നത്. നമുക്ക് എത്രയാണ് ആവശ്യമുണ്ടോ അതനുസരിച്ച് അവർ തൂക്കി അതിൻ്റെ വിലയിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് മുത്തുകൾ, ചെറിയ മുത്തുകൾ, ഞാൻ ഇട്ടിരിക്കുന്ന ചെറിയ മുത്തുകളും വലിയ വെള്ളമുത്തും ചെറിയ വെള്ളമുത്തുമാണ്. ആദ്യം നമ്മൾ ആ റിങ് പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതൊന്ന് അകത്തിയിട്ട് അതിൻ്റെ സൈഡ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കണം, എന്നാലേ മുത്തുകൾ കയറുകയുള്ളൂ. അതിന് ശേഷം ഞാനിട്ടിരിക്കുന്ന ആദ്യം 5 സ്മോളായിട്ടുള്ള ചെറിയ മുത്തുകളിട്ടു. 5 എണ്ണം ഇട്ടു. അതിനുശേഷം വീണ്ടും 5 മുത്തുകൾ ഇടണം. ഈ ചാനൽ കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതിനുശേഷം വലിയ മുത്തിട്ടു. വീണ്ടും വലിയ മുത്ത് കോർക്കുകയാണ്. വലിയ മുത്തിട്ടു. വീണ്ടും പഴയതുപോലെ 5 ചെറിയ മുത്തുകളും. കളറ് വേണമെങ്കിൽ മാറി മാറി നമുക്കിടാം. ഞാൻ ഒറ്റ കളറാണ് ഇട്ടിരിക്കുന്നത്, വെള്ളയെ. അപ്പം അങ്ങനിട്ട് ഇത്ര സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ലാസ്റ്റിലത്തെ മുത്തിൻ്റെ എടുത്ത് കൊണ്ടുവന്ന് നമുക്കത് ഫെവിക്കോളോ അങ്ങനെയുള്ള എന്തെങ്കിലും പശ വെച്ച് ആ മുത്ത്, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ കമ്പിലിടുന്ന സമയത്ത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പശ കമ്പി വെച്ച് പുരട്ടി കഴിയുമ്പോൾ ആ മുത്ത് അവിടെ വന്ന് നിൽക്കും. താഴോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയില്ല. എന്നിട്ട് പഴയതുപോലെ കമ്പിയുടെ അറ്റം ഇങ്ങനെ വളച്ച് വെക്കുക. ഇത്ര സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണണേ, വാച്ച് ചെയ്യണേ. നമ്മൾ നന്നായിട്ട് നമ്മൾ കമ്മലുണ്ടാക്കി 2 എണ്ണം ഇത്ര സിമ്പിളായിട്ടുണ്ടാക്കി റൗണ്ടൊക്കെ ഒന്ന് ഷേപ്പാക്കി 2 കമ്മലുകൾ. കടയിലൊക്കെ എന്നിട്ട് 45 രൂപയെങ്കിലും വാങ്ങിക്കും. കളറ് പോവുകയില്ല, വെയ്റ്റ്ലെസ്സാണ്. ഓക്കെ, താങ്ക് യു വീഡിയോ വാച്ച് ചെയ്തതിന്.